गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। हरिः ओम्। മഹാഭാരതകഥയിലെ ഒന്നാമത്തെ പർവമായ ആദിപർവത്തിലെ അനുക്രമണികയാണ് നമുക്ക് ആദ്യമായി കാണേണ്ടത്. ഒരു ദിവസം കുലപതിയായ ശൗനകൻ്റെ 12 കൊണ്ട് കഴിയുന്ന നൈമിഷാരണ്യത്തിലെ സത്രത്തിലേക്ക് ലോമഹർഷണപുത്രനായ ഉഗ്രസ്രവസ് വന്നുചേർന്നു. ആ സൂതനന്ദനൻ്റെ വരവോടെ അവിടെയുള്ള മുനിശ്രേഷ്ഠരെല്ലാം അത്യുത്സാഹത്തോടെ ഉഗ്രസ്രവസിന് മുമ്പിൽ ഒത്തുകൂടി. ആ മുനിമാരെ കണ്ടതോടെ വിനയാന്വിതനായി ഉഗ്രസ്രവസ് അവരെ എല്ലാവരെയും അഭിവാദനം ചെയ്തു. പുരാണകഥകളെല്ലാം നൈമിഷാരണ്യത്തിൽ പറഞ്ഞവയാണ്. ആയതിനാൽ തന്നെ ആ നൈമിഷാരണ്യം അത്രത്തോളം ഓരോ സനാതനധർമ്മ വിശ്വാസികൾക്കും പ്രാധാന്യമർഹിക്കുന്നതുമാണ്. എന്താണ് നൈമിഷാരണ്യം? ഒരിക്കൽ മഹർഷിമാരെല്ലാം പിതാമഹനായ ബ്രഹ്മദേവനെ കണ്ടുകൊണ്ട് ഇപ്രകാരം അപേക്ഷിച്ചു: ഹേ ബ്രഹ്മദേവ, കലിബാധയേക്കാതെ ഭഗവാനെ സേവിപ്പാനായി ഞങ്ങൾക്കൊരു സ്ഥലം നീ കാണിച്ചു തരണം. അവരുടെ പ്രാർത്ഥനയോടെ ബ്രഹ്മദേവൻ തൻ്റെ മനസ്സാ സൃഷ്ടിച്ച ഒരു സൂര്യസങ്കാശമായ ചക്രം അവർക്ക് നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഈ ചക്രം എവിടെയാണോ ചെന്ന് പൊട്ടിത്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഭഗവാനെ സേവിപ്പാനായി ഉപയോഗിക്കാം. ആ വിഷ്ണുക്ഷേത്രത്തിൽ അങ്ങനെ ആ ശൗനക മഹർഷിമാർ സത്രങ്ങൾ നടത്തിക്കൊണ്ടുവന്നു. അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ആ ശൗനക മഹർഷിമാർക്ക് നാനാ പുരാണകഥകൾ പറഞ്ഞു കൊടുക്കുന്നവനാണ് സൂതൻ. ഉഗ്രസ്രവസിൻ്റെ പിതാവായ ലോമഹർഷണന് ആ പേരു ലഭിക്കുന്നത് തന്നെ ശ്രോതാക്കളിൽ രോമാഞ്ചമുളവാക്കുന്നതുകൊണ്ടാണ്. ആയതിനാൽ തന്നെ അവന് ലോമഹർഷണൻ എന്ന പേരു ലഭിച്ചു. അങ്ങനെയിരിക്കെ ആ ഉഗ്രസ്രവസിനെ മുനിമാരെല്ലാം യഥാവിധി ആതിഥ്യ സത്കാരങ്ങൾ ചെയ്തുകൊണ്ട് സ്വീകരിച്ചിരുത്തി. വിശ്രമാനന്തരം അവർ ആ സൂതപൗരാണികനോട് ചോദിച്ചു: അങ്ങിപ്പോൾ എവിടെ നിന്നും വരുന്നു? എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? തൻ്റെ ചരിത്രം കേൾക്കുവാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സൂതൻ തൻ്റെ ചരിത്രം പറയുന്നു. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പുത്രനും മഹാനും ശ്രീമാനും രാജഋഷിയുമായ ജനമേജയൻ്റെ സർപ്പസത്രത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ സമയത്ത് വൈശമ്പായനൻ ആ ജനമേജയനു പറഞ്ഞുകൊടുത്ത വ്യാസഭാരതം യഥാവിധി കേട്ടുകൊണ്ട് അതിനെ മനസാധരിച്ചുകൊണ്ട് നാനാ ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥലങ്ങളുമെല്ലാം സന്ദർശിച്ച് കുരുപാണ്ഡവന്മാർ മറ്റു രാജാക്കന്മാരോടുമൊത്ത് യുദ്ധം ചെയ്ത സമന്തപഞ്ചകമെന്ന സ്ഥലത്ത് സന്ദർശനം നടത്തി ആ പുണ്യക്ഷേത്രവും ദർശിച്ച് നിങ്ങളെ ദർശിപ്പാനായി ഞാനിവിടെ വന്നുചേർന്നു. അവഭൃതസ്നാനം ചെയ്ത് ജപഹോമാദികൾ അനുഷ്ഠിച്ച് അർക്കനെപ്പോലെയും അഗ്നിയെപ്പോലെയും വിളങ്ങുന്ന നിങ്ങളുടെ ഈ പവിത്ര സന്നിധിയിൽ ഞാൻ എന്താണ് പറയേണ്ടത്?
ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുരാണങ്ങളിൽ മുനിശ്രേഷ്ഠരുടെയും രാജർഷികളുടെയും ശ്രേഷ്ഠമായ ചരിത്രത്തിൽ ഏതാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടതെന്ന് സൂതൻ ശൗനകാദി മഹർഷിമാരോട് ചോദിക്കുന്നു. ഇതു കേട്ട ശൗനക മഹർഷിമാർ സൂതനോട് ഇപ്രകാരം പറയുന്നു. പരാശരാത്മജനായ വ്യാസനാൽ വിരചിതമായ വൈശംപായനാൽ ജനമേജയന് ഉപദേശിക്കപ്പെട്ടതുമായ 4 വേദങ്ങളുടെയും സത്ത ഉൾക്കൊള്ളുന്നതുമായ സുരബ്രഹ്മർഷികളാൽ ശ്ലാഘനീയവുമായ സർവശാസ്ത്രന്യായങ്ങളുടെയും സൂക്ഷ്മാർത്ഥം ഉൾക്കൊണ്ട പൂർണാർത്ഥം കൊണ്ടും മനോജ്ഞവും പൂർണവുമായ സംഹിതകളുള്ള വേദമാർഗത്തിൻ്റെ പൊരുളണിഞ്ഞതുമായ ആ ഇതിഹാസ മഹാപുരാണത്തിനെ, മഹാഭാരതത്തിനെ ഞങ്ങൾക്കു പറഞ്ഞു തന്നാലും എന്ന് ശൗനകാദി മഹർഷിമാർ സൂതപൗരാണികനായ ഉഗ്രശ്രവസിനോട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇപ്രകാരം ശൗനകാദി മഹർഷിമാരുടെ ആഗ്രഹം കേട്ട സൂതപൗരാണികൻ ഉഗ്രശ്രവസ് അവരോടായിക്കൊണ്ട് പഞ്ചമമഹാവേദമെന്ന ശ്ലാഘനീയമായ ഈ മഹാഭാരതത്തിനെ അവരോട് പറയുവാൻ തുടങ്ങുന്നു. ശേഷം തുടരും.